നീ എത്ര വലിയ മഹാനാണെങ്കിലും നിന്റെ ഭാര്യ നല്ലവളല്ലെങ്കിൽ നീ പേടിക്കണം. ഭർത്താവ് ഹാഫിളോ ആലിമോ ഇമാമോ പ്രഭാഷകനോ തങ്ങളോ ആരുമാകട്ടെ, നീ എത്ര വലിയ മഹാനാണെങ്കിലും നിന്റെ ഭാര്യ നല്ലവളല്ലെങ്കിൽ നീ പേടിക്കുക തന്നെ വേണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. തെളിവ് പറഞ്ഞു തരട്ടെ. നീ നിസ്കരിക്കും, നോമ്പ് പിടിക്കും, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും, നീ സ്വർഗത്തില. പക്ഷെ ഭാര്യ നല്ലവളല്ലെങ്കിൽ ഭയക്കണമെന്ന് പറയാനുള്ള കാരണം 950 കൊല്ലം ദഅവത്ത് നടത്തിയ നബിയാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം. ആ പ്രവാചകനെ പോലെ ദഅവത്ത് നടത്തിയ ആരുമില്ല. 950 കൊല്ലം ദഅവത്ത് നടത്തി. വയസ്സാനക്കാലം കൂടുതലാ. രാവിലെ മുതൽ വൈകുന്നേരം വരെ അള്ളാഹയെക്കുറിച്ച് പറഞ്ഞ നബിയ 950 കൊല്ലം. ഈ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ അള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചോ? വിശ്വസിച്ചോ? 950 കൊല്ലം ദഅവത്ത് നടത്തിയ നൂഹ് നബിയുടെ ഭാര്യ അള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചില്ല. അപ്പൊ എന്ത് സംഭവിച്ചു? തന്റെ പൊന്നാര മകൻ തൂഫാൻ എന്ന് പറയുന്ന ജലപ്രളയത്തിൽ മുങ്ങി ഇങ്ങനെ താഴാ. നൂഹ് നബി കപ്പൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, യാ ബുനയ്യ, ഉപ്പച്ചിയുടെ പൊന്നുമോനെ, ഇത് അല്ലാഹുടെ അദാബ, പടച്ച റബ്ബിന്റെ അദാബ. രക്ഷപ്പെടണമെങ്കിൽ ഈ കപ്പലിൽ കയറും മോനെ, അല്ലെങ്കിൽ നിനക്ക് രക്ഷപ്പെടാൻ പറ്റൂല. മോനെ, അള്ളാഹുവിന്റെ അദാബായത്. ഉപ്പച്ചി പറയുന്നത് കേൾക്ക്, എന്റെ പൊന്നുമകൻ, ഈ കപ്പലിൽ കയറി നമുക്ക് രക്ഷപ്പെടാം. ഞാൻ ആ മലയുടെ മുകളിൽ കയറി രക്ഷപ്പെട്ടോണം, വാപ്പയുടെ പണി നോക്കിക്കൊള്ളാൻ. കണ്ണിന്റെ മുമ്പിൽ കടന്ന് മുങ്ങി മരിച്ചു. അള്ളാഹു നമ്മൾക്ക് ഈമാൻ നൽകുമാറാകട്ടെ.